പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബേക്കറി സ്റ്റൈൽ ഷാർജ ഷേക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഷേക്കിന്. അപ്പോൾ നമ്മൾ കുറേ സമയമായിട്ട് ഈ പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി കമ്പ് ഇതുപോലെ അടിച്ചടിച്ച് അങ്ങ് ശരിയാക്കി എടുക്കണം നല്ലോണം. നമ്മൾ അല്ലാതെ ഇടുകയാണെങ്കിൽ മിക്സിക്കകത്ത് വലിയ പാടാണ് കയറാനേ. ഇനി നമ്മൾ അരിയൊക്കെ ആട്ടുന്ന വലിയ ജാറുണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ട് നമുക്കിത് മൊത്തം ഈ പാല് മൊത്തം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് 5 രൂപയുടെയൊക്കെ വലിയ ബൂസ്റ്റിൻ്റെ കവറുണ്ടല്ലോ പാക്ക്, അത് മേടിച്ചിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാമേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഷാർജ ഷേക്കിന് പാളയംകോടൻ പഴം എടുക്കരുത്. നമ്മുടെ രസകദളിയില്ലേ, ഞാലിപ്പൂവൻ എന്നൊക്കെ പറയും, ആ ഒരു പഴം മാത്രമേ എടുക്കാവൂ. പാളയംകോടൻ പഴത്തിന് ചെറിയ പുളിപ്പുണ്ട്, അതുകൊണ്ടാണ്. ഈ രസകദളി പഴം ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാക്കറ്റ് പാലിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കറക്റ്റ്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണേ. പാൽ ഇത്രയും ഫ്രീസ് ആയിരുന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും കട്ടിക്കിരിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മെൽറ്റായിട്ട് വന്നോളും. ഇനി ഇതേ നമുക്കിത് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി വിതറി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബൂസ്റ്റും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ ഷാർജ ഷേക്ക് ബേക്കറിയിലൊന്നും പോവാതെ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമേ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂടുകാലമൊക്കെ വരുമ്പം ഇതൊക്കെ തന്നെ പിള്ളേർ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുടിച്ച് നോക്കാമേ. നല്ല തിക്കാണ്, നല്ല റിച്ചാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ആ ബൂസ്റ്റും കപ്പലണ്ടിയും എല്ലാം കൂടി ചേർത്ത് അങ്ങ് കുടിച്ച് നോക്കണേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്